2024 സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകത ഉള്ളതും സന്തോഷം നൽകുന്നതുമായ ഒരു വർഷമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹം. പ്രധാനമന്ത്രി മോദിയടക്കം താരരാജാക്കന്മാരടക്കം പങ്കെടുത്ത വലിയ താരാഘോഷം തന്നെയായിരുന്നു താരപുത്രിയുടെ വിവാഹം. ഇതിന് പിന്നാലെ ലോക്സഭാ ഇലക്ഷനിൽ എംപിയായി സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. മുമ്പ് മത്സരിച്ച് പരാജയപ്പെട്ട അതേ മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഭാഗ്യയ്ക്കും മരുമകനും ശ്രേയസിനും വിവാഹാശംസകൾ നേർന്ന് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കുടുംബ ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശംസ. ഒരുമിച്ചുള്ള ഒരു വർഷം, ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ. എൻ്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും, നിങ്ങളുടെ 1-ാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അടുത്തിടെയായി എൻ്റെ ആരോഗ്യം അതിനായി സഹകരിക്കുന്നില്ല. എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ചുണ്ടാകട്ടെ. ഓരോ ദിവസവും കഴിയുന്തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ. വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. 1-ാം വാർഷികാശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയത്. മാത്രമല്ല, സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് അസുഖമെന്ന് തിരക്കിയും ആരാധകരുടെ കമൻറ്റുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വിവാഹത്തിലൊന്നായിരുന്നു ഭാഗ്യയുടേത്.